ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. നാം കേട്ടതുപോലെ അത്യുന്നതങ്ങളിൽ അധിവസിക്കുന്നതിന് വലിയനായ ദൈവം ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരുന്ന് മനുഷ്യപുത്രന്മാരെ കുനിഞ്ഞു നോക്കി എന്നാണ് നാം കേട്ടത്. അത് പ്രിയമുള്ളവരെ, വലിയനായ ദൈവം മുൻപ് കുനിഞ്ഞു നോക്കിയപ്പോൾ പാപത്തിൻ്റെതായ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന് നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് കണ്ടു. അവിടുത്തെ ഹൃദയം തകർന്നു. അവിടുത്തെ പുത്രനെ നമ്മെ വീണ്ടെടുത്ത അവിടുത്തെ വൻതയ്ക്കും കരുണയ്ക്കായി നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അതിനോട് ചേർന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ നമുക്ക് പ്രകാരം വായിക്കുന്നുണ്ട്, അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി എന്ന് നാം വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാൻ സാധിക്കുന്നതാണ്, തന്നെ സ്നേഹിച്ച് തന്നോട് കൂടെ നടന്ന ആ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാർ അവനെ ന്യായം കൊടുക്കാതിരുന്നു. പത്രോസ് അവനെ തള്ളി പറഞ്ഞു എന്ന് നമുക്കറിയാൻ സാധിക്കും. തോമാസ് അവനിൽ പൂർണ്ണമായി വിശ്വസിച്ചില്ല എന്ന് കാണാൻ സാധിക്കും. എന്നാൽ യൂദ അവനെ ഒറ്റിക്കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ കൊണ്ടും അവന്റെ ന്യായം അവന്റെ ന്യായം അവന് കിട്ടിയില്ല. നമുക്കൊരു വേദഭാവന വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം നമ്മൾ വായിച്ചത് അധ്യായം തന്നെ 23-ാം അധ്യായം. അതിന്റെ 23-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം പ്രകാരം വായിക്കുന്നുണ്ട്. 23:4 പീലാത്തോസ് മഹാപുരോഹിതന്മാരുടെ പുരുഷാരത്തോടും ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. നമുക്കറിയാൻ സാധിക്കും, വലിയനായ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് സൃഷ്ടിയായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. അവിടുന്ന് 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു അനേകരെ കണ്ണുനീർ തുടച്ച നമ്മുടെ കർത്താവിനെ ഇപ്പോൾ അവിടെ വിസ്തരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനെ വിസ്തരിച്ച പീലാത്തോസ് പറയുകയാണ്, ഈ മനുഷ്യനിൽ ഞാനൊരു കുറ്റം കാണുന്നില്ല. 1-ാമത്തെ പ്രാവശ്യം അത് പറയുന്നതായി കാണുന്നത്. അടുത്തത് പറയുന്നതാണ് 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്റെ അടുക്കൽ കൊണ്ടുവന്നല്ലോ ഞാനോ നിങ്ങളുടെ മുൻപാകെ വിസ്തരിച്ചിട്ടും നിങ്ങൾ ചുമത്തിയ കുറ്റമൊന്നും അവനിൽ കാണുന്നില്ല, ഹെരോദാവും കണ്ടില്ല. രണ്ടുപേരും മാറി മാറി വിസ്തരിച്ചിട്ടും അവനിൽ ഒരു കുറ്റവും കണ്ടില്ല എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. മൂന്നാമതായി നാം 15-ാം വാക്യത്തിൽ വായിക്കുകയാണ്, ഇവൻ മരണയോഗ്യമായത് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, സ്പഷ്ടം എന്നാണ് പറയുന്നത്. സ്പഷ്ടമായ വിധി, പൂർണ്ണമായ വിധി പറയാണ്, ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, സ്പഷ്ടമായി അവർ പറയുന്നതായി കാണാൻ സാധിക്കും. വീണ്ടും 4-ാമതായി പറയുന്നത് 22-ാം വാക്യത്തിൽ, അവൻ ചെയ്ത ദോഷം എന്ത്? മരണയോഗ്യമായത് ഒന്നും അവനിൽ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ അവനെ അടിപ്പിച്ച് വിട്ടയക്കും. പ്രിയമുള്ളവരെ, എന്തോ ഒരു അപകീർത്തിയായ അല്ലെങ്കിൽ തെറ്റായ ഒരു വിധിയാണ് അവിടെ പറയുന്നത്. ഒരു കുറ്റവും കാണുന്നില്ല, മരണയോഗ്യമായത് ഒന്നും കാണുന്നില്ല എന്ന് പല ആവർത്തി വിസ്തരിച്ചിട്ടും നമ്മുടെ കർത്താവിൽ ഒരു കുറ്റവും കാണാത്ത നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുകയാണ്, ഞാൻ അവനെ അടിപ്പിച്ച് വിട്ടയക്കുമെന്ന്. നമുക്കറിയാമല്ലോ, നമ്മുടെ കർത്താവിനെ അടിപ്പിച്ച് വിട്ടയക്കുക എന്ന് പറഞ്ഞത് ചെകിടത്ത് മാറി മാറി ഓരോ അടി കൊടുത്ത് വിട്ടയക്കുകയല്ല അവിടെ ചെയ്തത്. അവിടെ നിന്ന് പീലാത്തോസിന്റെ കൽത്തളത്തിൽ നിന്ന് നമ്മുടെ കർത്താവിനെ ഇറക്കിക്കൊണ്ടുവരുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. അവന്റെ ആ സംഗീതകാരൻ പറയുന്നുണ്ട്, 129 സംഗീതത്തിൽ പറയുകയാണ്, ഉഴവുകാർ എന്റെ മുതുക് ഉഴുവുചാലുകളെ അവൻ നീളത്തിൽ കീറിയെന്ന്. പ്രിയമുള്ളവരെ, അടിപ്പിച്ച് വിട്ടയക്കുമെന്ന് പീലാത്തോസ് പറഞ്ഞത് ഇത്രമാത്രം ക്രൂരമായ വിധിയായിരുന്നു അല്ലെങ്കിൽ അടിയായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അവന്റെ പുറം ഉഴുവുചാലുകളെ പോലെ നീളത്തിൽ അവനെ കീറിയിരിക്കുകയാണ്. അവിടുന്ന് തീർന്നില്ല, അവനെ കൊണ്ടുവരുമ്പോൾ അവന്റെ ശിരസിൽ മുൾക്കീരം ധരിച്ചുകൊണ്ട് മുൾക്കീരം വെച്ച് കോൽ കൊണ്ട് ആഞ്ഞടിച്ചു. ചുരുക്കി പറഞ്ഞാൽ അവന്റെ ശരീരത്തിൽ മുറിവേൽക്കാത്ത ഒരു ഇഞ്ച് പോലും സ്ഥലമില്ല. ശിരസ് മുതൽ പാദം വരെയും മുറിവേറ്റ് രക്തത്താൽ കുളിച്ചു വരുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് അവൻ പറയുകയാണ്, ഇതാ ആ മനുഷ്യൻ എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, അത്രമാത്രം വിരൂപമാക്കിക്കൊണ്ടാണ് നമ്മുടെ കർത്താവിനെ അവർ അടിപ്പിച്ചു വിട്ടയക്കാമെന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, അവൻ ഒരു ന്യായവും ഒരു സ്ഥലത്തൊന്നും കിട്ടിയില്ല. ആ കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ പിതാവിനോട് നിലവിളിച്ചു, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് നിലവിളിച്ചപ്പോൾ നമ്മെ ഓരോരുത്തരെയും കൊണ്ട് നാം കേട്ടതുപോലെ ആ ഉയർന്നു പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് പിതാവായ ദൈവം നമ്മെ കണ്ടതുകൊണ്ട് അവൻ മുഖം തിരിച്ചു. പ്രിയമുള്ളവരെ, മുഖം തിരിച്ചു എന്ന് പറയുമ്പോൾ പ്രകൃതിക്ക് പോലും അത് കണ്ടു നിൽക്കാൻ ശക്തിയില്ലാതെ 6-ാം മണി മുതൽ 9-ാം മണി നേരം വരെ ഇരുട്ടുണ്ടായി എന്ന് നാം വായിക്കുന്നു. എത്രയോ ക്രൂരമായ പീഡനമാണ് നമ്മുടെ കർത്താവ് അനുഭവിച്ചത്. ഒരു വാക്ക് പോലും ഉരിയാടാതെ വണ്ണം നമുക്കറിയാൻ സാധിക്കും. നമ്മുടെ കർത്താവ് അനേക ചോദ്യങ്ങൾ ചോദിച്ചു, ഒരു വാക്ക് ഉരുവിടാതെ
സകേലും എല്ലാ സമയത്തും പൂർണ്ണമായി നിൽക്കുന്ന ദൈവം. നീ യഹൂദന്മാരുടെ രാജാവാണോ ചോദിച്ചപ്പോൾ പറയുകയുണ്ടായി, അതെ ഞാൻ രാജാവാണ്. അവന്റെ ജനനത്തിൽ അവൻ ദരിദ്രനായെങ്കിലും അവന്റെ മരണത്തിൽ അവൻ സമ്പന്നനായി തീർന്നതായി നമുക്ക് കാണും. പ്രിയമുള്ളവരെ, എന്നെയും നിന്നെയും ഓർത്തപ്പോൾ നമ്മുടെ കർത്താവും അവനുമായിരുന്നു. നമ്മുടെ പിതാവിന്റെ പ്രവാചകന്റെ വാക്കുകൾ ഇങ്ങനെ പറയുകയാണ്, അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയത് എന്നെയും നിന്നെയും രക്ഷിപ്പാനായിരുന്നു. ഞാനും നീയും ക്രൂശിൽ കിടന്ന് മരിക്കേണ്ടവനായിരുന്നു. ഞാനും നീയും നമ്മുടെ ശിരസ് മുതൽ പാദം വരെയും മുറിപ്പെടേണ്ടവരായിരുന്നു. നമ്മുടെ രക്തം ഊറ്റേണ്ടതായിരുന്നു. പീഡനത്തിൽ കൂടി നാം കടന്നു പോകേണ്ടവരായിരുന്നു. എന്നാൽ നമുക്ക് വേണ്ടി നമ്മുടെ അരിമനായ കർത്താവായ യേശു ക്രിസ്തു ആ കാൽവരിയിൽ അനുഭവിച്ച കഷ്ടാനുകളെ നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. അവിടുന്ന് പറയുകയാണ്, സകലവും നിവൃത്തിയായി, ഇനി ഒന്നും അവശേഷിക്കുന്നില്ല. നമുക്ക് വേണ്ടി ജീവൻ തന്ന അരിമനാഥനോട് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. നാം ഈ മേശ കണ്ട് നമ്മൾ അവനെ ആരാധിക്കുകയാണ്. ഒരു നാൾ ഈ മേശ ഒഴിഞ്ഞു പോകും, നാം അവനെ മുഖാമുഖമായി കാണും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.